എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം. നാളെ ഓഗസ്റ്റ് 22-ാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. സംസ്ഥാനത്ത് ഓണപ്പെൻഷൻ വിതരണം തുടരുകയാണ്. വീടുകളിൽ പെൻഷൻ വിതരണം ഇന്ന് വൈകുന്നേരത്തോടു കൂടി ആരംഭിച്ചിട്ടുണ്ട്. ഇനി ലഭിക്കാത്ത ആളുകൾക്ക് നാളെയും മറ്റന്നാളും അതിൻ്റെ തൊട്ട് ദിവസങ്ങളിലായിട്ട് ലഭിക്കും. 25-ന് മുമ്പ് മുഴുവൻ ആളുകൾക്കും പെൻഷൻ വിതരണം പൂർത്തീകരിക്കുന്നതാണ്. ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഇതുവരെ പെൻഷൻ എത്താത്തവർ സേവനയിലൊന്ന് പരിശോധിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. മിഞ്ഞാന്ന് വിതരണം തുടങ്ങിയെങ്കിലും ഇന്ന് പല ആളുകൾക്കും അക്കൗണ്ടുകളിലേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ വൈകി ലഭിച്ചിട്ടുള്ളവർ താഴെ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കരുത്. മറ്റൊന്ന് കേന്ദ്ര വിഹിതമാണ്, അത് 25-ന് മുമ്പ് ലഭിക്കുന്നതാണ്. പിന്നെ പല ആളുകളും ചോദിക്കുന്നത് 2 മാസത്തെ പെൻഷൻ ഉണ്ടോ, അതായത് ഇനി അടുത്തൊരു ഗഡു കൂടി ഈ ഓണത്തിന് മുമ്പ് കിട്ടുമോ എന്നുള്ളതാണ്. അപ്പൊ ഇനി ഇപ്പോൾ പെൻഷൻ ഇല്ല. സെപ്റ്റംബർ മാസത്തെ പെൻഷൻ അത് സെപ്റ്റംബർ മാസത്തെ തന്നെയാണ് ലഭിക്കുക. 25ഓട് കൂടിയിട്ടായിരിക്കും വിതരണം ഉണ്ടാകുക. 60 വയസ്സ് കഴിഞ്ഞിട്ടുള്ള പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഓണക്കോടിക്കായി 1000 രൂപ നൽകുന്ന പദ്ധതിക്ക് തുടക്കമായി 52,826 പേർക്കാണ് ഈ ഒരു സഹായം ലഭിക്കുക. ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവർക്കും ഈ ഒരു സഹായം ലഭിക്കുന്നതാണ്. സംസ്ഥാനത്ത് ഇന്ന് സ്കൂളുകൾ അടച്ചു. നാളെ മുതൽ ഓണ അവധി ആരംഭിക്കുകയാണ്. സ്കൂളിൽ നിന്നും 4 കിലോ വീതം അരി 8ാം ക്ലാസ് വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നതാണ്. ചില സ്ഥലങ്ങളിൽ ഇതിനകം വിതരണം ചെയ്തിട്ടുണ്ട്. ഇല്ലാത്തവർക്ക് സ്കൂൾ തുറന്നതിന് ശേഷം ലഭിക്കും. ഓണക്കാലത്ത് വിദ്യാർത്ഥികൾക്ക് നൽകുന്ന അരി വീതം വെട്ടിക്കുറച്ച് UDF സർക്കാർ എന്ന തരത്തിൽ കൈരളിയിൽ തെറ്റായ ഒരു വാർത്ത നൽകിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ നമ്മൾ ഇന്ന് രാവിലെ തന്നെ ചെയ്തിരുന്നു. അതായത് 5 കിലോ ആണ് പറയുന്നത് എങ്കിലും മുമ്പ് തന്നെ ഇത് 4 കിലോ അരിയാണ് ലഭിക്കുന്നത്. കഴിഞ്ഞ വർഷം അതായത് 2025 ഓഗസ്റ്റ് മാസത്തിൽ ഓണത്തോടനുബന്ധിച്ച് ഈ ഒരു അരി വിതരണം ചെയ്തതുമായി ബന്ധപ്പെട്ട് മുൻ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി എടുത്തിട്ടുള്ള ഒരു പോസ്റ്റാണിത്. ഓണത്തിന് മുന്നോടിയായി സംസ്ഥാനത്തെ 24.7 ലക്ഷം കുട്ടികൾക്ക് 4 കിലോ അരി വീതം സൗജന്യമായി വിതരണം ചെയ്യുന്ന പദ്ധതിക്ക് തുടക്കമായി എന്ന് ഫേസ്ബുക്ക് പോസ്റ്റിൽ മന്ത്രി അറിയിച്ചിരുന്നു. അപ്പോൾ ഇത് മുമ്പേ ഇത് 4 കിലോ തന്നെയുള്ളൂ എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കുക. മറ്റൊന്ന് സപ്ലൈകോയുടെ വിൽപ്പന 19-ാം തീയതി തന്നെ 200 കോടി പിന്നിട്ടു എന്നുള്ളതാണ് ഇപ്പോൾ വന്നിട്ടുള്ള റിപ്പോർട്ട്. വൻ കച്ചവടമാണ് സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ നടക്കുന്നത്. എല്ലാ റാക്കുകളും ഫില്ലായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ 13 സബ്സിഡി സാധനങ്ങളുണ്ട്. അത് 2 മാസത്തെ വാങ്ങാനുള്ള ഒരു സൗകര്യവും ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇൻഷുറൻസ് ഇല്ലെങ്കിൽ ഇനി ഇന്ധനം കിട്ടില്ല. ഇൻഷുറൻസ് ഇല്ലാത്ത വാഹനങ്ങൾക്ക് ഇന്ധനം നൽകരുത് എന്ന ഉത്തരവ് പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പിലാക്കാൻ കേന്ദ്രത്തോട് സുപ്രീം കോടതി നിർദ്ദേശിച്ചു. ഇൻഷുറൻസ് ഇല്ലാത്ത വാഹനങ്ങൾ ഒട്ടേറെ രാജ്യത്ത് ഓടുന്നുണ്ട് എന്ന് വിലയിരുത്തിയ സുപ്രീം കോടതി ഇത് ഉൾപ്പെടെയുള്ള വിവിധ നിർദ്ദേശങ്ങൾ ഇറക്കിയിട്ടുണ്ട്. ഇക്കാര്യത്തിൽ പെട്രോളിയം മന്ത്രാലയത്തിന് ചില ആശങ്കകളുണ്ട് എന്ന് കേന്ദ്ര സർക്കാർ ബുധനാഴ്ച അറിയിച്ചപ്പോഴാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പിലാക്കാൻ കോടതി ആവശ്യപ്പെട്ടത്. പുതിയ വാഹനങ്ങൾ വാങ്ങുമ്പോൾ എടുക്കുന്ന തേർഡ് പാർട്ടി ഇൻഷുറൻസിന്റെ കാലാവധി ഓഗസ്റ്റ് 4-ന് സുപ്രീം കോടതി വർദ്ധിപ്പിച്ചിരുന്നു. കാറുകളുടേത് 3-ൽ നിന്ന് 4 വർഷമായും ഇരുചക്ര വാഹനങ്ങളുടേത് 5-ൽ നിന്ന് 6 വർഷമായിട്ടുമാണ് വർദ്ധിപ്പിച്ചിട്ടുള്ളത്. നേരത്തെ 2018-ൽ സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇവ യഥാക്രമം 3-ഉം 5-ഉം വർഷമാക്കി നിശ്ചയിച്ചത്. ഇൻഷുറൻസ് ഇല്ലാത്ത വാഹനങ്ങൾക്ക് അത് പുതുക്കും വരെ ഇന്ധനം നൽകരുത് എന്നാണ് ജസ്റ്റിസ് സഞ്ജയ് കരോൾ അധ്യക്ഷനായ ബെഞ്ച് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഗതാഗത ലംഘനം നടത്തുന്ന വാഹനങ്ങൾക്ക് ചുമത്തുന്നത് പോലെ ഇൻഷുറൻസ് ഇല്ലാത്തവയ്ക്ക് ഓട്ടോമാറ്റിക്കായി ഈ ചലാൻ നൽകുന്നതും പരിഗണിക്കണം. ഇന്ത്യയിലെ ഓടുന്ന വാഹനങ്ങളിൽ 56%-നും ഇൻഷുറൻസ് ഇല്ലെന്ന പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ റിപ്പോർട്ടും സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി. വാഹനം പോർട്ടലിൽ നിന്നും ഇൻഷുറൻസ് വിവരങ്ങൾ ശേഖരിച്ച് പരിശോധിക്കാനുള്ള ഉപകരണങ്ങൾ പോലീസുമാർക്ക് നൽകണമെന്നും കോടതി ആവശ്യപ്പെട്ടു. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ് സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഒന്ന്, ഇൻഷുറൻസ് ഇല്ലാത്ത വാഹനങ്ങൾക്ക് ഇന്ധനം നൽകരുത്. മറ്റൊന്ന്, ഇൻഷുറൻസ് തെറ്റിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ ചലാൻ നൽകുക എന്നുള്ളതാണ്. അതായത് പിഴ പിന്നീട് അടയ്ക്കേണ്ടി വരും. ഇൻഷുറൻസ് അടച്ചാൽ മാത്രം പോരാ, പിഴ അടയ്ക്കേണ്ടി വരും. നിലവിൽ ഇൻഷുറൻസ് തെറ്റിയാൽ പോലും വാഹനം റോഡിൽ ഇറക്കുമ്പോൾ മാത്രമാണ് അതൊരു നിയമവിരുദ്ധമാകുന്നത്. എന്നാൽ ഈ ചലാൻ നൽകുമ്പോൾ ഇൻഷുറൻസ് തെറ്റിക്കഴിഞ്ഞാൽ അതിന്റെ രേഖകൾ പരിശോധിച്ച് ചലാൻ നൽകുന്ന ഒരു രീതിയിലേക്ക് വരും. ഇൻഷുറൻസ് അതാ കൃത്യസമയത്ത് അടയ്ക്കേണ്ടി വരും. തേർഡ് പാർട്ടി ഇൻഷുറൻസ് ഉണ്ട് എങ്കിൽ ഇതിൽ നിന്നെല്ലാം മോചനം ഉണ്ട് എങ്കിലും തേർഡ് പാർട്ടി ഇൻഷുറൻസിന് വാഹനം അപകടത്തിൽപ്പെടുമ്പോൾ വാഹന ഉടമക്കോ വാഹനത്തിനോ ഒന്നും ലഭിക്കില്ല.
മൂന്നാം കക്ഷിക്ക് മാത്രമാണ്, അതായത് വാഹനം ഇടിച്ചതുകൊണ്ട് പരിക്ക് പറ്റുന്ന ആൾക്ക് മാത്രമാണ് അതുകൊണ്ടുള്ള പരിരക്ഷ ലഭിക്കുക. മാത്രമല്ല, ഇൻഷുറൻസ് ഇല്ലാതെ വാഹനം ഓടിച്ച് അത് അപകടത്തിൽപ്പെടുകയും അപകടത്തിൽ ഒരാൾ മരണപ്പെടുകയൊക്കെ ചെയ്താൽ വലിയ പ്രശ്നമാണ്. അത് വലിയ സാമ്പത്തിക ബാധ്യതയായിരിക്കും പിന്നീട് ഉണ്ടാകുക. കോടതിയിൽ നിന്നും കേസ് വിധിയാകുന്നത് മരണപ്പെട്ട ആൾക്ക് ലഭിക്കേണ്ട ഇൻഷുറൻസ് തുക മുഴുവനായും അപകടമുണ്ടാക്കിയ വാഹന ഉടമ നൽകേണ്ടി വരും. അത് 1/2 കോടി മുതൽ 1 കോടി വരെയൊക്കെ ആവാം. കുടുംബം വിറ്റാൽ പോലും അത് തീരില്ല എന്നുള്ളത് കൂടി ഓർമ്മിപ്പിക്കുന്നു. സെൻസസ് ചോദ്യാവലിയിൽ മാതാപിതാക്കളുടെ ജന്മസ്ഥലവും മതവും ഉൾപ്പെടുത്തിയ നടപടിയെ വിമർശിച്ച് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഫേസ്ബുക്കിലാണ് ഇക്കാര്യം കുറിച്ചിട്ടുള്ളത്. ദേശീയ ജനസംഖ്യാ രജിസ്റ്റർ NPR തയ്യാറാക്കാനുള്ള അജണ്ടകളാണ് കേന്ദ്രം ഇതിലൂടെ ലക്ഷ്യമിടുന്നത് എന്ന് അദ്ദേഹം ആരോപിച്ചു. സെൻസസ് ചോദ്യത്തിൽ ഇത്തരമൊരു ആശങ്ക ഉയർന്നിട്ടും പ്രതികരിക്കാത്തതിൽ പിണറായി വിജയൻ UDF സർക്കാരിനെ വിമർശിച്ചു. കേരളത്തിൽ NPR നടപ്പിലാക്കില്ലെന്ന് LDF സർക്കാർ തീരുമാനിച്ചതാണ് എന്നും ഭരണമാറ്റത്തോടെ കേന്ദ്ര സർക്കാരിന്റെ അജണ്ടകൾ നടപ്പിലാക്കാനാണ് UDF സർക്കാർ ശ്രമിക്കുന്നത് എന്നും പിണറായി വിജയൻ ആരോപിച്ചു. മറ്റു പ്രധാനപ്പെട്ട അറിയിപ്പ്: സംസ്ഥാനത്ത് വിരമിച്ച അംഗനവാടി ജീവനക്കാർക്കുള്ള പെൻഷൻ വിതരണം ഇന്നു മുതൽ ആരംഭിച്ചിട്ടുണ്ട്. ശിശു വനിതാ വികസന വകുപ്പ് മന്ത്രി ബിന്ദു കൃഷ്ണയാണ് ഇക്കാര്യം അറിയിച്ചത്. 3 മാസത്തെ പെൻഷൻ തുകയാണ് ആദ്യഘട്ടത്തിൽ വിതരണം ചെയ്യുക. അംഗനവാടി പെൻഷൻ വിതരണത്തിൽ സംസ്ഥാന സർക്കാർ 2 ഘട്ടങ്ങളിലായി 34 കോടി രൂപ അനുവദിച്ചു. ഈ തുക പെൻഷൻ വിതരണത്തിന് വേണ്ടി വിനിയോഗിക്കുമെന്നും മന്ത്രി അറിയിച്ചു. കഴിഞ്ഞ സർക്കാർ എല്ലാ മേഖലകളിലും വരുത്തിവെച്ചിട്ടുള്ള കുടിശ്ശികയുടെ ഒരു അവസ്ഥയാണിത്. കഴിഞ്ഞ സർക്കാർ വരുത്തിയ കുടിശ്ശിക ഉൾപ്പെടെ തുകയാണ് വിരമിച്ച ജീവനക്കാർക്ക് ഇപ്പോൾ നൽകുന്നത്. ഓണത്തിന് മുമ്പ് പെൻഷൻ തുക നൽകുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ വിരമിച്ച ജീവനക്കാർക്ക് ഉറപ്പ് നൽകിയിരുന്നു. ശേഷിക്കുന്ന പെൻഷൻ തുക ഈ മാസം അവസാനത്തോടെ വിതരണം ചെയ്യുമെന്നും മന്ത്രി അറിയിച്ചു. സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ അട്ടിമറിക്കാനുള്ള UDF സർക്കാരിന്റെ നീക്കങ്ങളിൽ പ്രതിഷേധിച്ച് പെൻഷൻ ഗുണഭോക്താക്കൾ വില്ലേജ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു എന്ന് ദേശായി മാനി റിപ്പോർട്ട് ചെയ്തു. ക്ഷേമ പെൻഷൻ വീടുകളിൽ നിന്നും നേരിട്ടെത്തിക്കുന്ന രീതി തുടരണമെന്ന് ആവശ്യപ്പെട്ടാണ് കർഷക തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ കൂട്ടായ്മ സംഘടിപ്പിച്ചത് എന്നും റിപ്പോർട്ടിൽ പറയുന്നു. സംസ്ഥാനത്തെ 100 കണക്കിന് വില്ലേജ് ഓഫീസുകളുടെ മുന്നിൽ നടന്ന പ്രതിഷേധത്തിൽ ആയിരക്കണക്കിന് ആളുകൾ പങ്കാളികളായി എന്നും ക്ഷേമവും സുരക്ഷയും ഔദാര്യമല്ല അവകാശമാണ് എന്ന മുദ്രാവാക്യമാണ് പ്രതിഷേധക്കാർ ഉയർത്തിയത് എന്നും ഇതിൽ പറയുന്നു. ഇമ്പച്ചിബാവ ഭവന പുനരുദ്ധാരണ പദ്ധതിക്കുള്ള അപേക്ഷ ക്ഷണിച്ചു. ന്യൂനപക്ഷ മതവിഭാഗങ്ങളിൽപ്പെട്ട വിധവകൾ, വിവാഹബന്ധം വേർപ്പെടുത്തിയവർ, ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീകൾ എന്നിവരുടെ ഭവന പുനരുദ്ധാരണത്തിനായി ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് നടപ്പിലാക്കുന്ന ഇമ്പച്ചിബാവ ഭവന പുനരുദ്ധാരണ പദ്ധതി പ്രകാരം ധനസഹായം നൽകുന്നതിനാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. അവസാന തീയതി 2026 സെപ്റ്റംബർ 10 മുസ്ലിം, ക്രിസ്ത്യൻ, ബുദ്ധ, സിഖ്, പാഴ്സി, ജൈന എന്നീ ന്യൂനപക്ഷ മത വിഭാഗങ്ങളിൽപ്പെടുന്ന വിധവകൾ, വിവാഹബന്ധം വേർപ്പെടുത്തിയ സ്ത്രീകൾ, ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീകൾ എന്നിവർക്കാണ് ഇമ്പച്ചിബാവ ഭവന പുനരുദ്ധാരണ പദ്ധതിയിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാൻ കഴിയുക. ശരിയായ ജനലുകൾ, വാതിലുകൾ, മേൽക്കൂര, ഫ്ലോറിംഗ്, ഫിനിഷിംഗ്, പ്ലംബിംഗ്, സാനിറ്റൈസേഷൻ, ഇലക്ട്രിഫിക്കേഷൻ എന്നിവയില്ലാത്ത വീടുകൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് ധനസഹായം നൽകുന്നത്. ഒരു വീടിന് അറ്റകുറ്റപ്പണിക്ക് 50,000 രൂപയാണ് ധനസഹായം നൽകുക. ഈ തുക തിരിച്ചടയ്ക്കേണ്ടതില്ല. അപേക്ഷയുടെ സ്വന്തം പേരിലോ അല്ലെങ്കിൽ വിട്ടുപോയ പങ്കാളിയുടെ പേരിലോ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയ പങ്കാളിയുടെ പേരിലോ ഉള്ള ഈ വീടിന് 1200 സ്ക്വയർ ഫീറ്റിൽ കൂടാൻ പാടില്ല. അപേക്ഷക കുടുംബത്തിലെ ഏക വരുമാന ദാതാവായിരിക്കണം. BPL കുടുംബങ്ങൾക്ക് മുൻഗണന ലഭിക്കുമെങ്കിലും ഇവരുടെ അഭാവത്തിൽ മറ്റുള്ളവരെ കൂടി പരിഗണിക്കുന്നതാണ്. അപേക്ഷകർക്കോ അവരുടെ മക്കൾക്കോ ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്നുണ്ട് എങ്കിൽ മുൻഗണന ലഭിക്കും. പെൺകുട്ടികൾ മാത്രമുള്ളവർ, മക്കളില്ലാത്ത സ്ത്രീകൾ എന്നിവർക്കും മുൻഗണന ലഭിക്കുന്നതാണ്. സർക്കാർ, അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ സ്ഥിര വരുമാനം ലഭിക്കുന്ന മക്കളുള്ള വിധവകൾ, സർക്കാരിൽ നിന്നോ സമാന ഏജൻസികളിൽ നിന്നോ ഇതിനു മുമ്പ് 10 വർഷത്തിനുള്ളിൽ ഭവന നിർമ്മാണത്തിന് സഹായം ലഭിച്ചവർ എന്നിവർ വീണ്ടും അപേക്ഷിക്കേണ്ടതില്ല. വകുപ്പിൽ പ്രത്യേകം തയ്യാറാക്കിയ അപേക്ഷാ ഫോം മുഖേനയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. സഹായത്തിനായി അപേക്ഷിക്കുന്ന വീട് ഉൾപ്പെടുന്ന ഭൂമിയുടെ കരം ഒടുക്കിയ റെസീറ്റിന്റെ പകർപ്പ്, റേഷൻ കാർഡിന്റെ പകർപ്പ് എന്നിവയോടൊപ്പം വീട്
റിപ്പയർ ചെയ്യേണ്ടതിനും വീടിന്റെ വിസ്തീർണം തെളിയിക്കുന്നതിനും മറ്റു വകുപ്പുകളിൽ നിന്നോ സമാന ഏജൻസികളിൽ നിന്നോ അപേക്ഷകർക്ക് 10 വർഷത്തിനുള്ളിൽ ഭവന നിർമ്മാണത്തിനോ പുനരുദ്ധാരണത്തിനോ സഹായം ലഭിച്ചിട്ടില്ല എന്നതിനും ആവശ്യമായിട്ടുള്ള സാക്ഷ്യപത്രം ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ ഉദ്യോഗസ്ഥരിൽ നിന്നും ലഭിച്ചിട്ടുള്ള രേഖ അപേക്ഷയോടൊപ്പം ഹാജരാക്കണം. അപേക്ഷയും അനുബന്ധ രേഖകൾ സഹിതം അതാത് ജില്ലാ കളക്ടറിലെ ന്യൂനപക്ഷക്ഷേമ സെക്ഷനിൽ നേരിട്ടോ ഡെപ്യൂട്ടി കളക്ടർ ജനറൽ ജില്ലാ ന്യൂനപക്ഷ സെക്ഷൻ ജില്ലാ കളക്ടറേറ്റ് എന്ന വിലാസത്തിൽ അതാത് ജില്ലാ കളക്ടറേറ്റിലേക്ക് തപാൽ മുഖാന്തരവും അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. www.minorityWelfare.kerala.gov.in എന്ന വെബ്സൈറ്റിൽ നിന്നും www.mwdscholarship.gov.in എന്ന വെബ്സൈറ്റിൽ നിന്നും അപേക്ഷാ ഫോം ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപേക്ഷകൾ അതാത് ജില്ലാ കളക്ടറേറ്റിൽ സ്വീകരിക്കുന്ന അവസാന തീയതി 2026 സെപ്റ്റംബർ 10 കൂടുതൽ വിവരങ്ങൾക്ക് 047123005223 എന്ന നമ്പറിലോ അല്ലെങ്കിൽ അവസാന 23 മാറ്റി 24 എന്ന നമ്പറിലോ വിളിക്കാവുന്നതാണ്. 047123029090 എന്ന നമ്പറിലും വിളിക്കാം. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾക്ക് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം. ബൈ.